ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ പാരീസ് ട്രിപ്പിൻ്റെ പാർട്ട് 2 വ്ളോഗാണ് കേട്ടോ. അതായത് നമ്മൾ പാരീസ് വരെ എത്തിയതിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ടൈം ഇട്ടിരുന്നത്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾ പാരീസിൽ എത്തിയതിന് ശേഷം ഏതൊക്കെ സ്ഥലങ്ങളാണ് കണ്ടത്, എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്, എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ പാരീസിലേക്ക് ശരിക്കും ഒരു വൺ ഡേ ട്രിപ്പിനാണ് വന്നേക്കുന്നത്. ഒരു ദിവസം കൊണ്ട് എത്രത്തോളം നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. എങ്കിലും നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കവർ ചെയ്യാനായിട്ട്. പാരീസ് വന്നിറങ്ങിയ ഉടനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ബോട്ട് റൈഡിനാണ് പോയത്. അപ്പോൾ അത് 1 മണിക്കൂറാണ് ഈ ഒരു ബോട്ട് റൈഡ്. അതിനുള്ള ടിക്കറ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്യാം, ഇവിടുന്ന് വാങ്ങിക്കാം ടിക്കറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻറ്റ് പാർട്ട് വഴി വന്നുകൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് ടിക്കറ്റ് ബസ്സിൽ നിന്ന് തന്നെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് പേയ്മെൻറ്റ് അവിടെ തന്നെ കൊടുത്താൽ മതി. വലിയ ആൾക്കാർക്ക് 10 യൂറോയും കുട്ടികൾക്ക് 5 യൂറോയും ആണ് നമ്മൾ പേ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ട് റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറിയ ആ ഒരു ബോട്ട് അത്യാവശ്യം നല്ല വലിയൊരു ബോട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും ആൾക്കാർ കയറിയിട്ടും ഇഷ്ടംപോലെ സ്പേസ് ഇനിയുമുണ്ട്. അകത്തൊക്കെ ആൾക്കാർ ഇരിക്കൽ വളരെ കുറവായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയ ആ ഒരു ദിവസം അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. വലിയ തണുപ്പായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. നല്ലൊരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും, എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ആൾക്കാരും മുകളിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ ഒരു സൈഡിലത്തെ സീറ്റാണ് പിടിച്ചത്. അപ്പോൾ കുറച്ചും കൂടി അടുത്ത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ നമ്മൾ ആ ഒരു പോകുന്ന യാത്രയിൽ ഒരുപാട് ബോട്ടുകളൊക്കെ സൈഡിൽ കിടക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെ തന്നെ ബോട്ട് റൈഡിന് പോകുന്ന ബോട്ടുകളാണ്. പല സൈസിലും പല വലുപ്പത്തിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ബോട്ടുകൾ അവിടെ കിടപ്പുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ വരുന്ന സമയത്ത് അത് അവരെ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്ത് ആ ഒരു സ്പോട്ടിനെ കുറിച്ച് അവർ നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. Heute ist ein Museum in den Werke aus dem 19. Jahrhundert ausgestellt. That monument here, which is the Orsay Museum. Alors, je vous proposais de regarder sur notre droite là pour vous montrer le plateau de Séville. C'était quand même au départ pour vous présenter le musée d'Orsay que nous sommes en train de longer à présent, qui est le musée des impressionnistes. Vous allez retrouver les grands noms de la peinture impressionniste, donc la fin du 19e, début du 20e siècle. Monet, Manet, Monet, Renoir, Degas, Van Gogh, Toulouse-Lautrec. Et toutes ces peintures sont exposées ici dans ce monument qui était initialement une gare qui avait été construite pour l'Expo universelle de 1900. Bien avant d'être un musée, in the 20th century. So you can see here the paintings from Monet, Manet, Millet, Renoir, Degas, and so here on our left, the Louvre Museum, which is of course the most famous and visited museum here in Paris, in France. It is here the longest wing, the longest gallery of the Louvre Museum, but I'm going to talk about all the history of the Louvre. It has been transformed again during the French Revolution into a museum, so we can visit the Louvre. It is a place open to the public since the end of the 18th century. And of course, I'm sure that you know the most famous, the most emblematic
sculptures and paintings exhibited into the Louvre, the picture of Samothrace, the Venus of Milo, the coronation of Napoleon I, the great Sphinx of Tanis, and of course the Mona Lisa, which is of course the most famous painting here into the Louvre. Here, the Grand Palais, the Great Palace built for world fair that took place in Paris in 1900, which is made of steel, glass, iron, and it is that place devoted to exhibitions. You can find a lot of exhibitions here into the Grand Palais. അപ്പോൾ അങ്ങനെ കുറേ നേരം താഴത്തെ ഫ്ലോറിൽ തന്നെ ഇരുന്ന് ബോറടിച്ചപ്പോഴത്തേക്കിനും ഞങ്ങളെന്നാൽ മുകളിൽ എന്തൊക്കെയാണെന്നൊന്ന് കാഴ്ചകൾ കാണാമെന്നും പറഞ്ഞ് മുകളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ആദ്യം പിള്ളേരാണ് പോയി കയറിയത്, പുറകെ ചേട്ടായും പോകുന്നുണ്ട്. അപ്പോൾ മുകളിലും കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങിയ ഒരു ദിവസം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ശരിക്കും മഴയൊക്കെ, ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. യൂറോപ്പിലെ ക്ലൈമറ്റ് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, എപ്പോൾ വേണമെങ്കിലും തണുപ്പ് വരാം. അപ്പോൾ ഞങ്ങളത് കാരണം ഞങ്ങൾക്ക് ശരിക്കും ഒരു അബദ്ധം പറ്റി. ഞങ്ങൾ ടെമ്പറേച്ചർ ഇന്ന് എത്ര ഉണ്ടെന്ന് നോക്കാതെയാണ് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ തെർമൽ വെയർ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുപോലെ തന്നെ സ്വെറ്ററും കാര്യങ്ങളും എല്ലാം കയ്യിലെടുത്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, സ്വെറ്റർ ഇല്ലെങ്കിലും നമുക്ക് പോകാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു ചെറിയ തണുപ്പ് പോലും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ സ്വെറ്റർ കയ്യിൽ കരുതും കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇനി അസുഖമൊന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരുടെ സ്വെറ്ററും കയ്യിലെടുത്തിരുന്നു. അപ്പോഴേക്കും നല്ല ചൂടുണ്ടായിരുന്നു. കാരണം വെയിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബോട്ട് ടൂർ പോകുന്ന സമയത്ത് നമ്മൾ അകത്തല്ലല്ലോ ഇരിക്കുന്നത്, നമ്മൾ പുറത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് വെയിലും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും വരുമ്പോഴത്തേക്കിനും ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ, ടെമ്പറേച്ചറൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ സ്വെറ്ററും കാര്യങ്ങളും കയ്യിൽ കരുതിയാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിതൊരു വലിയ ബാധ്യതയായിട്ട് ഇങ്ങനെ ചുമന്നുകൊണ്ട് കയ്യിൽ നടക്കണമല്ലോ. എന്തായാലും പിള്ളേരെ ഞാൻ സ്വെറ്റർ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കാരണം കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ ഏകദേശം ഞങ്ങളുടെ ബോട്ട് ട്രിപ്പ് തീരാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഐഫൽ ടവറിൻ്റെ വ്യൂ പോയിൻറ്റിൽ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ വീണ്ടും അതേ സ്ഥലത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐഫൽ ടവറിൻ്റെ നല്ലൊരു വ്യൂ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി കേട്ടോ. നമ്മൾ നൈറ്റിലാണ് ഈ ഒരു ബോട്ട് റൈഡ് നടത്തുന്നതെങ്കിൽ ആ ഒരു ലൈറ്റും വെട്ടത്തൊക്കെ നമുക്ക് ആ ഒരു വ്യൂ കാണാനായിട്ട് ഒന്നും കൂടെ രസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് നേരെ ഐഫൽ ടവർ കാണാനായിട്ടാണ് പോയത് അടുത്തത്. അപ്പോൾ ഐഫൽ ടവറിൻ്റെ മുകളിൽ കയറുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഐഫൽ ടവറിൻ്റെ മുകളിൽ കയറാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ടിലത്തെ ഇത്രയും വലിയ ക്യൂ കണ്ടപ്പോഴത്തേക്കിനും ഞങ്ങൾ ഏത് സമയത്ത് ഐഫൽ ടവറിൻ്റെ വണ്ടിക്ക് കയറി കഴിയും, ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ എവിടെയും പോകാൻ നമുക്ക് സമയം കിട്ടുമോ എന്നുള്ളത് സംശയമാണ് എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ എങ്കിലും ഇവിടം വരെ വന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാതെ പോവില്ല എന്നുള്ള ഒറ്റ പിടിവാശിയിലായിരുന്നു ഞാൻ. കാരണം ഭയങ്കര ആഗ്രഹിച്ച് ഭയങ്കര സ്വപ്നം കണ്ട് വന്നൊരു ട്രിപ്പാണിത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് ഇതിൻ്റെ മുകളിലൊന്ന് കയറിയിട്ട് പോകണം എന്ന് ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ മണിക്കൂറുകൾ നമ്മൾ ക്യൂ നിന്നിട്ടാണ് ആദ്യത്തെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് അകത്തേക്ക് കയറിയത്. അപ്പോൾ അകത്ത് വന്നപ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. നല്ലൊരു രസമുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് ആ ഒരു ഐഫൽ ടവറിന് ചുറ്റുമുള്ളത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അകത്ത് കയറിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ അകത്ത് കയറിയതിന് ശേഷം പിള്ളേർക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത്, കാരണം അവർ നല്ല വിശന്നിട്ടാണ്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ കുറേയൊക്കെ കയ്യിൽ കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം ഇനിയും ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞങ്ങൾ. ചേട്ടയാകുന്ന പറഞ്ഞു കേട്ടോ നമുക്ക് ജസ്റ്റ് കണ്ട് ഫോട്ടോ എടുത്ത് പോകാമെന്ന്. പക്ഷേ ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത ക്യൂവിൽ നമ്മൾ നിൽക്കണം. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരെല്ലാം ക്യൂവിൽ നിൽക്കുന്ന കേട്ടോ ഇതിൽ കയറാനായിട്ട്. 2 സ്ഥലത്തായിട്ട് ക്യൂ ഉണ്ട്, ഒന്ന് ലിഫ്റ്റിൽ പോകുന്നതും ഒന്ന് നടന്നു പോകുന്നതും. അവിടെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, കാരണം ഞാൻ ചെന്ന് നിന്നത് നടന്ന് കയറുന്ന ക്യൂവിലായിരുന്നു കേട്ടോ. മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തിയത്. അപ്പോൾ
ലിഫ്റ്റിലാണെന്നും പറഞ്ഞിട്ടാണ് ക്യൂ നിന്നത്. പക്ഷേ ഫ്രണ്ടിലെത്തി ടിക്കറ്റ് എടുക്കുന്നിടത്താണ് ഞാൻ അറിയണത് നടന്ന് കയറുന്ന ക്യൂവിലാണ് നിൽക്കുന്നതെന്ന്. പിന്നെ വീണ്ടും ഒരു ക്യൂവിലൂടെ നിൽക്കാനുള്ള ക്ഷമയില്ല, സമയവും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്ന് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്ന് കയറുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏറ്റവും ടോപ്പ് വരെ ഒന്നും പോകാൻ പറ്റില്ല, എങ്കിലും സെക്കൻഡ് ലെവൽ വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ഈ കയറുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. You are almost at the first floor. You are one of the 6 million people who visit the Eiffel Tower. Now this is second floor വരെ പോകണം. അറിയത്തില്ല, ഞാൻ ഭയങ്കര ടയേർഡാണ്. പക്ഷേ ടയർഡ്നെസ്സിനെക്കാട്ടി എൻ്റെ ആഗ്രഹമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അടിപൊളി. ചേട്ടാ എന്താ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഫ്ലോറിലായതേ ഉള്ളൂ, ഇനി ഒരു ഫ്ലോർ കൂടെ കയറണം. കപ്പാസിറ്റി ഉണ്ടോ? ദേവുവിന് കപ്പാസിറ്റി ഉണ്ടോ? അയ്യോ എനിക്ക് പറ്റൂല. കുഞ്ഞാ ഇനി മുകളിലോട്ട് കയറാം. എവിടെയാ നീ വന്നേ? ഇനി നീ എവിടെ വന്നേ? ഐഫിൽ ടവറിന്റെ ഏറ്റവും മുകളിലാ? ഇല്ല, ഫസ്റ്റ് ഫ്ലോർ ആയതേ ഉള്ളു. ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കാം. ഉണ്ടോ ഒരു അടിപൊളി ഒരു വ്യൂ. ഇത് പാലസ് ആണോ? ഇതാണ് പാലസ്. ഇതെന്തോ അത് അറിയില്ല. ഓക്കെ, അറിയില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ വന്ന പല വ്യൂ പോയിന്റ്സും നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ കംപ്ലീറ്റ്ലി ആ ഒരു വ്യൂ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നോക്കി പോ. പേടി ഉണ്ടാവോ അല്ലേ?
വായോ. നെക്സ്റ്റ് സെക്കൻഡ് ഫ്ലോർ. ഇങ്ങോട്ട് നോക്കിയേ കുഞ്ഞാ, ഇങ്ങോട്ട് നോക്കടാ. ഐഫൽ ടവറിന്റെ മണ്ടയ്ക്ക് എൻ്റെ മണ്ടയ്ക്ക് മാറിക്കടാ. എന്നെ വേണം ഇപ്പൊ കേറിയ പോരെ. ഇത്രയും കേറിയിട്ട് മടുത്തില്ലേ നീ? മടുത്തില്ല? ആരോഗ്യമുണ്ടോ? എന്നെ ഉണ്ട് ആരോഗ്യമുണ്ടോ? വെട്ടമുണ്ട്, കുഴപ്പമില്ല. ചേട്ടാ സെക്കൻഡ് ഫ്ലോറിലെത്തി, ഇനി ഒന്നുകൂടെ കയറിയാലോ? കയറുവോ? ആണ്ട് അങ്ങ് ടോപ്പ് വരെ, ഐഫൽ ടവറിന്റെ ടോപ്പ് വരെ. ഇനി ഇച്ചിരി കൂടെ ഉണ്ട്. അതിനുള്ള ആരോഗ്യം ഉണ്ടായോ? എനിക്കില്ല. കയറിക്കോ. ഓയ് അങ്ങനെ ഞങ്ങൾ നീണ്ട നേരത്തെ കയറ്റത്തിന് ശേഷം ലാസ്റ്റ് ഐഫൽ ടവറിൻ്റെ സെക്കൻഡ് ലെവൽ വരെ എത്തിയിട്ടോ, അതായത് സെക്കൻഡ് ഫ്ലോർ വരെ. ഇനി ടോപ്പിലേക്ക് പോകാനായിട്ട് നമുക്ക് ലിഫ്റ്റ് വഴി മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയിട്ട് നമുക്ക് പിന്നെ ലിഫ്റ്റ് എടുക്കാൻ പറ്റില്ല, നമ്മൾ താഴെ നിന്ന് തന്നെ ലിഫ്റ്റ് എടുത്ത് വരേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് നടന്ന് കയറാനായിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ തിരക്കിയപ്പോൾ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു നടന്ന് കയറാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഫ്ലോർ വരെ എത്തിക്കഴിഞ്ഞിട്ട് കുറേ ടൈം എടുത്തു. ഞാനൊന്ന് എന്താ പറയുന്നത്, ഒന്ന് എൻ്റെ കാലൊക്കെ ഒന്ന് ശരിയാകാനായിട്ട്. കാരണം എൻ്റെ കാലൊക്കെ ഇങ്ങനെ, ഞാൻ കുറച്ച് നടന്ന് കയറി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ശരിക്കും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാലിങ്ങനെ വിറയ്ക്കുമായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇറങ്ങിയിട്ടും ഐഫൽ ടവറിൽ കയറി താഴെ ഇറങ്ങി കുറേ മണിക്കൂറത്തേക്ക് ഞാൻ വീണ് പോവോ എന്ന് എനിക്ക് ടെൻഷനായിരുന്നു. കാരണം എൻ്റെ കാലിങ്ങനെ വിറയ്ക്കുമായിരുന്നു. പക്ഷേ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിള്ളേർക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ചേട്ടായിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എൻ്റെ കാലിന് മുട്ടിന് താഴോട്ട് രണ്ട് കാലും അങ്ങ് വിറച്ചിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ വീണ് പോവോ എന്ന് എനിക്ക് പേടിയായിരുന്നു കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് നമ്മുടെ എത്ര നമുക്ക് വയ്യെങ്കിലും, എനിക്കറിയില്ല, എനിക്ക് പനിയായിട്ടാണ് ഞാൻ പാരീസിന് പോകാൻ ഒരുങ്ങണത്. കാരണം
ഇനി പാരീസിന് പോകാനായിട്ട് ടിക്കറ്റും കാര്യങ്ങളും എടുത്ത സമയത്ത് നമുക്കിങ്ങനെ പനിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പനി വരുന്നത്. പക്ഷേ പനി ആയതുകൊണ്ട് ഈ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനോ മാറ്റി വെക്കാനോ ഞാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ എനിക്ക് വയ്യാതിരുന്നിട്ടും എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് അത്രയധികം ഇമ്പോർട്ടൻ്റ് അവിടെ. കാരണം ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അത്രയധികം തീവ്രമാണെന്നുണ്ടെങ്കിൽ മറ്റൊന്നും നമ്മളെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് എങ്ങനെയും അതിൻ്റെ മണ്ടയ്ക്ക് കയറണം. എനിക്കറിയില്ല അവിടെ അത്രമാത്രം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഒന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണല്ലോ. കാരണം നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരി, ഞാൻ വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു ചുറ്റുപാടിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വരാൻ പറ്റിയെന്നതിനേക്കാട്ടി ഉപരി ഞാൻ എൻ്റെ ഫാമിലിയെ ഒന്നിച്ച് എനിക്ക് ഇവിടേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഭയങ്കരധികം പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി നിന്ന സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുണ്ടായ ഒരുപാട് ഞാൻ കടന്നു വന്ന പല സിറ്റുവേഷനും, അതായത് എനിക്ക് സങ്കടം വന്ന ഒരുപാട് സിറ്റുവേഷനുകൾ, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ കടന്നു വന്നതെന്ന് അവിടെ നിന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു കേട്ടോ. എനിക്കറിയില്ല, അവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് അതൊക്കെയായിരുന്നു. ഞാൻ എന്തൊക്കെ താണ്ടിയാണ് ഇന്ന് ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ഞാൻ വലിയ എന്തോ നേടി എന്നുള്ളൊരു ഫീലൊന്നും അല്ല, അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ചിത് എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനെക്കാട്ടി വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് അച്ചീവ് ചെയ്ത സമയത്ത് ഞാൻ താണ്ടി വന്ന ആ ഒരു വിഷമങ്ങൾ, ഞാൻ എന്തൊക്കെ കടന്നിട്ടാണ് ഇവിടം വരെ എത്തിയത്, എന്നെക്കൊണ്ട് ഇത്രയും പറ്റി എന്നുള്ള ആ ഒരു സ്വന്തമായിട്ട് നമുക്ക് പ്രൗഡായിട്ട് തോന്നുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ശരിക്കും ഞാൻ ആ ഒരു ഐഫിൽ ടവറിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ ഇനി എൻ്റെ അടുത്ത ഡ്രീം ട്രിപ്പിനെ കുറിച്ചൊക്കെ പലതും ആലോചിക്കുകയായിരുന്നു. ഇനി അടുത്തത് എവിടെയാണ് എടുത്തു പോകാൻ വേണ്ടി ഇനി എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എത്ര രൂപ വേണ്ടി വരും, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായത്. എനിക്കറിയില്ല എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോൾ എനിക്കറിയില്ല എല്ലാവർക്കും ഇതുപോലൊക്കെ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. എനിവേ ഞങ്ങൾ എന്തായാലും ഐഫിൽ ടവറിൻ്റെ വണ്ടിക്ക് കയറുക എന്നുള്ള എൻ്റെ ആ ഒരു വലിയ ഡ്രീം കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങി. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ആ ഒരു ചുറ്റുപാടൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല ടയേർഡായി. ഇനി നമുക്ക് കുറച്ച് ടൈമും കൂടെയൊക്കെ ഉള്ളൂ. ഒരു ദിവസം കൊണ്ടൊന്നും പാരീസ് എല്ലാം ഒന്നും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. മിനിമം 2 ദിവസമെങ്കിലും വേണം. പക്ഷേ എന്തായാലും ഞങ്ങൾ ഒരിക്കൽ കൂടെ പാരീസിലേക്ക് വരും. ഇപ്പോൾ എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ഐഫിൽ ടവർ കാണുക, അല്ലെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് കയറുക എന്നുള്ളത്. അത് സാധിച്ചു. അപ്പോൾ ഇനി അടുത്ത പാരീസ് ട്രിപ്പിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു ഐഫിൽ ടവറിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് അധികം വരില്ല. അല്ലാതെ നമുക്ക് വേറെ കാണാൻ കുറേ കാഴ്ചകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് തീർക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളങ്ങനെ ഐഫിൽ ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേസിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഐഫിൽ ടവറിൻ്റെ ഒരു ഐക്കോണിക് വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഐഫിൽ ടവറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് എടുക്കുന്നതാണെന്ന്. ഈ ഐഫിൽ ടവറിൽ നമ്മൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഫോട്ടോസൊക്കെ നമുക്ക് എടുത്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർ ബലൂൺസൊക്കെ പിടിച്ചിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബലൂണൊക്കെ പിടിച്ചിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഐഫിൽ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അവർ കുറേ ഫോട്ടോസിൻ്റെ മോഡൽ നമ്മളെ കാണിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് അതുപോലെ ഫോട്ടോസ് എടുത്ത് തരും. അപ്പോൾ ഇവിടെ ആയിട്ട് എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. പല രാജ്യത്തിൻ്റെ പല കളറിലുള്ള കൊടികളൊക്കെ പിടിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരാൾ അവിടെ നിന്ന് മൈക്കിൽ അനൗൺസ് ചെയ്യുന്ന എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. കുട്ടികളാണെങ്കിലും മാലാഖയുടെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. ശരിക്കും ഈ ഒരു ഓപ്പോസിറ്റ് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്, നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടെ കുറേ ഇങ്ങനെ സ്റ്റാച്യൂസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പല ടൈപ്പിലൊന്നിനും. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതുവഴിയൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് ഈ ഒരു സ്റ്റാച്ചു കാണാനായിട്ടാണ്. അപ്പോൾ ഇതാണ് ദ ഫ്ലെയിം ഓഫ് ലിബർട്ടി.
ഈ ഒരു സ്റ്റാച്ചുവിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ വെയിൽസിലെ രാജകുമാരിയായ ഡയാനയുടെ മെമ്മോറിയൽ കൂടിയാണ്. 1997 ഓഗസ്റ്റ് 31 വെയിൽസ് രാജകുമാരിയായ ഡയാനയുടെ മരണശേഷമാണ് ഈ ഒരു സ്മാരകം അവരുടെ അനൗദ്യോഗിക സ്മാരകമായി മാറിയത്. ശരിക്കും ഈ ഒരു സ്ഥലം ആദ്യം അവരുടെ സ്മാരകമായി ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ അപകട സ്ഥലത്തിന് സമീപമായതിനാൽ ആളുകൾ ഇവിടെ പ്രതിമകളുടെ ചുവട്ടിലായിട്ട് അവരുടെ മരണത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തി സന്ദേശങ്ങളും പൂക്കളും ഫോട്ടോകളും ഒക്കെ ഇടാൻ തുടങ്ങി. ഡയാന രാജകുമാരിക്ക് പൊതുജനവുമായുള്ള ബന്ധം വളരെ ശക്തമായിരുന്നു. സ്മാരകം നിൽക്കുന്ന സ്ക്വയറിൻ്റെ പേര് 2019 ഔദ്യോഗികമായി ഡയാന സ്ക്വയർ എന്ന് പുനർനാമീകരണം ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവിടെ കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം ഏകദേശം വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. കാരണം നമുക്കൊരു 6 മണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ഥലങ്ങളിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, എല്ലാം ഓൾമോസ്റ്റ് ക്ലോസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഏകദേശം 2 ദിവസമെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് പാരീസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി ഒരിക്കൽ കൂടി പാരീസ് വരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഹറിബറി ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എന്തായാലും ഐഫൽ ടവറിൻ്റെ ഒരു നൈറ്റ് വ്യൂ കാണാനായിട്ട് ഇറങ്ങി തിരിച്ചു. അപ്പോൾ ഞങ്ങൾ പകൽ വന്നതിനെക്കാട്ടി ഒരുപാട് വ്യത്യസ്തമാണ്. നൈറ്റിൽ ഭയങ്കര തിരക്കാണ്. അതിനോടൊപ്പം ഒരുപാട് ഫുഡിൻ്റെ കടകളായിക്കോട്ടെ, വഴിയോര കടകളായിക്കോട്ടെ. ആ വഴിയോര കടകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഐഫൽ ടവറിൻ്റെ ചെറിയ ചെറിയ മിനിയേച്ചറുകളൊക്കെ വെച്ചിട്ടുണ്ട്, ലൈറ്റൊക്കെ കത്തിക്കുന്നത്. അതിനാണെങ്കിൽ 5 യൂറോ 10 യൂറോ നമ്മൾ വില പേശിയൊക്കെ എടുക്കാം കേട്ടോ. അവർ 15 യൂറോ 20 യൂറോ ഒക്കെ പറയും. നമ്മൾ വില പേശിപ്പിച്ച് നമുക്ക് എടുക്കാം. ഈ സാധനങ്ങൾ വിൽക്കുന്നതിൽ പല ആൾക്കാരും ലീഗലിയും ഇല്ലീഗലിയും ഇവിടെ വന്ന് സാധനങ്ങൾ ഇങ്ങനെ വഴിയോരത്ത് വെച്ച് വിൽക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലീഗലി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് പോലീസ് ചെക്കിംഗ് ഒക്കെ വരുമ്പോൾ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിപ്പെറുക്കി എടുത്ത് എങ്ങോട്ടേലൊക്കെ എടുത്ത് ഓടുന്ന കാണാം നമുക്ക്. അപ്പോൾ അത് നമുക്ക് കണ്ടപ്പോഴാണ് മനസ്സിലായത് അവർ ഇല്ലീഗലി വന്നിട്ട് ഇങ്ങനെ വിൽക്കുന്നതാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫൽ ടവറിൻ്റെ നൈറ്റിലുള്ള വ്യൂ. ഇത് അടിപൊളിയല്ലേ? പകൽ കണ്ടപ്പോൾ അത്ര രസമായിട്ടൊന്നും തോന്നിയില്ല, പക്ഷേ രാത്രി കാണുമ്പോഴത്തേക്കിനും അടിപൊളിയാണ്. ഇനി ഇതിനെക്കാട്ടി ഒരു രസമുണ്ട്. അതായത് ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇതിൽ ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തും. അത് ഓരോ മണിക്കൂറിൽ മാത്രമല്ല, അല്ലാത്ത സമയത്ത് ജസ്റ്റ് ഗോൾഡൻ ലൈറ്റ് ഉണ്ട്. അതല്ലാതെ ഇതുപോലെ മിന്നി കത്തുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ടേ ഉള്ളൂ. അതൊരു കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഉള്ളൂ, അപ്പോഴേക്കും തീരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് ഒന്നും കൂടെ രസം. അപ്പോൾ ഇവിടെ രാത്രിയിൽ എത്ര മണി വരെ ഉണ്ട് ഇത് ഓപ്പൺ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ രാത്രിയിലും ആൾക്കാർ ലിഫ്റ്റിലും അതുപോലെ നടന്നും ഒക്കെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും രാത്രിയിൽ ചിലപ്പോൾ ക്ലോസ് ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ പകൽ തന്നെ അതിൻ്റെ മണ്ടയ്ക്കായിട്ട് കയറിയത് കേട്ടോ. അപ്പോൾ എന്തായാലും രാത്രിയിലുള്ളൊരു വ്യൂ നല്ല രസമാണ്. നല്ല ഒരു വൈബാണ് രാത്രിയിൽ. പകലുള്ളതിനെക്കാട്ടി നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും നമുക്ക് അത്ര വെട്ടവും കാര്യങ്ങളും ഒന്നും നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കിനും ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ ഒരു രാത്രി ആയതുകൊണ്ട്. പകലാകുമ്പോൾ നമുക്ക് നന്നായിട്ട് വെട്ടത്തിൽ ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ പകൽ ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അത്ര രസം ഉണ്ടാവില്ല. അങ്ങനെ അതുവഴി കറങ്ങി നടന്നപ്പോഴത്തേക്കിനും ഇവിടെ കുറേ തട്ടുകടകൾ പോലത്തെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഈ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ നിന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ഗോതമ്പ് ദോശ പോലെ ഒരു സംഭവമാണ്. അതിനകത്ത് കുറേ ന്യൂട്രലിലേക്ക് എത്തിച്ച് പഴമൊക്കെ ഇട്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കുകയാണ് പുള്ളിക്കാരൻ. എന്തായാലും ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുള്ളിയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് നോക്കാം. ചേട്ടാ ഇത് കൊടുക്കടാ. സൂപ്പർ. അയ്യോ കുഞ്ഞാവിക്ക് കൊടു.
ചൂട് ചൂടാ അവനെ ചൂടാ കഴിക്കുന്നേ എടുക്ക് എടുക്ക് യു ക്യാൻ ടേക്ക് alles gut ടേക്ക് അങ്ങനെ ഞങ്ങൾ ഐഫൽ ടവറിൻ്റെ നൈറ്റ് വ്യൂ ഒക്കെ അവിടേക്ക് ഒന്ന് കറങ്ങി നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന ഒരു ഏരിയയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് 11 മണി ആകുമ്പോഴത്തേക്കിനും നമ്മൾ എവിടെയാണോ ഇറങ്ങി അവിടെ തന്നെ ചെല്ലണം. നമ്മുടെ വണ്ടി അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാരീസിനോട് യാത്ര പറയാൻ ടൈമായി. ഇനി എപ്പോഴാണ് വരിക എന്നറിയില്ല, പക്ഷേ ഉറപ്പായിട്ടും പാരീസിൽ ഒരിക്കൽ കൂടെ വരണമെന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ടെന്നല്ല, ഞങ്ങൾ ഉറപ്പായിട്ടും വരും. കാരണം പാരീസിൽ നമ്മൾ കാണാനായിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതൊരു നമ്മുടെ മ്യൂസിയം ഉണ്ടായിരുന്നു, ലവേറ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ കണ്ടില്ല, കാരണം ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല പോകാനായിട്ട്, അതാണ് സത്യം. പിന്നെ രണ്ടാമത് നമുക്ക് ഡിസ്നി ലാൻഡ് കാണാനായിട്ട് ഈ ഒരു പാക്കേജിനകത്ത് നമുക്ക് ടൈമില്ല. ഡിസ്നി ലാൻഡ് കാണണമെങ്കിൽ തന്നെ നമുക്കൊരു ദിവസം വേണം. അപ്പോൾ എനിക്കറിയില്ല ഒരു ദിവസം വേണോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ഒരുപാട് പേരോട് തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ഒരു ദിവസമെങ്കിലും വേണം ഡിസ്നി ലാൻഡ് കണ്ടു തീർക്കാനെന്നാണ് പറഞ്ഞത്. രാത്രിയും പകലും ഒക്കെ ആയിട്ട് അവിടുത്തെ ലൈറ്റിങ് കാര്യങ്ങളും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി കൂടെ അവിടെ നിന്നാലേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ എന്തായാലും ഒരു 2 ദിവസത്തെ ട്രിപ്പ് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ഉറപ്പായിട്ടും പാരീസിലേക്ക് വീണ്ടും എത്തുന്നതാണ്. അന്ന് ഞങ്ങൾ മിസ് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയി കാണും. ഞങ്ങളുടെ കയ്യിലിപ്പോൾ പാരീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റുകളുടെ ബ്രൗഷറും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റാതിരുന്നത് അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും കാണുന്നതാണ്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു 2-3 ദിവസം കൊണ്ട് മാത്രമേ പാരീസ് നമുക്ക് ഫുള്ളായിട്ട് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ബസ് കിടന്ന സ്ഥലത്തേക്ക് എത്തി. പാരീസിനോട് ബൈ ബൈ പറഞ്ഞ് പോകാൻ സമയമായി. അങ്ങനെ ലാസ്റ്റ് ഒന്നും കൂടെ ഞങ്ങളുടെ ഐഫിൽ ടവർ മിന്നിക്കത്തുന്ന വ്യൂ ഒന്നും കൂടെ ഞാൻ എടുത്തു. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു ഡ്രീം ട്രിപ്പായിരുന്നു ഇത്. ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്തു ഞങ്ങൾ. നല്ലൊരു ട്രിപ്പായിരുന്നു. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.